ചേന്നമംഗലത്തെ ആ കൂട്ടക്കൊലപാതകം നമ്മുടെ മുന്നിൽ ഇപ്പോഴും നടുക്കം മാറാതെ നിൽക്കുകയാണ്. ഏതായാലും ആ കേസിലെ പ്രതിയുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാകും തെളിവെടുപ്പ്. പ്രതി ഋതു ജയനെ പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. തിയോഫിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വാർത്തയുടെ വിവരങ്ങളുമായി നമുക്ക് നോക്കാം. കസ്റ്റഡിയും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തിയോഫിൻ, ഋതുവിനെ പോലീസിന്റെ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുകയാണ്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ്. തെളിവെടുപ്പ് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. കാരണം വലിയ ജനരോഷം ഋതുവിനെതിരെ ഉണ്ട്. അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിഭയങ്കരമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും, അല്ലേ? തീർച്ചയായും ഈ ഋതുവിനെ സ്ഥലത്തെത്തിച്ച്, അതായത് കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഈ തെളിവെടുപ്പ് നടത്താനുള്ളൊരു തീരുമാനത്തിലാണ് പോലീസ്. ഇന്ന് തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ എപ്പോഴാണ് എന്നത് പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉണ്ടാകും. ഇന്നലെയാണ് ഋതുവിനെ പറവൂർ കോടതി പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടത്. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകുകയായിരുന്നു. പ്രതിയെ തെളിവെടുപ്പിന് ആവശ്യമുണ്ടെന്നും അതോടൊപ്പം തന്നെ പ്രതിയെ പുറത്തു വിടരുത്, പ്രതിയെ ജാമ്യം നൽകി പുറത്തു വിട്ടാൽ പ്രതി കൂടുതൽ ഇത്തരത്തിലുള്ള സമാന രീതിയിലുള്ള കുറ്റകൃത്യം ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസിൻ്റെ ഒരു ശക്തമായ ഇടപെടലും ഇതിൽ വളരെ വേഗം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി തിരികെ കോടതിയിൽ തന്നെ ജയിലിലേക്ക് തന്നെ അയക്കാനുള്ളൊരു തീരുമാനം. വളരെ വേഗം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഋതുവിൻ്റെ വീടിൻ്റെ എതിർവശത്തെ വീട്ടിൽ തന്നെ താമസിക്കുന്ന വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. ഒരു ബൈക്കിൻ്റെ ഷോക്ക് അബ്സോർബറിൻ്റെ ഭാഗമായ ഒരു ശക്തിയേറിയ അല്ലെങ്കിൽ ഒരു ഉരുക്കിൻ്റെ ഒരു ആയുധം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ആക്രമിച്ചത്. ആ ദണ്ടുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയത് 3 പേരെയും. അതോടൊപ്പം തന്നെ ഈ വിനീഷയുടെ ഭർത്താവ് ജിതിൻ വളരെ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും കൊച്ചിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ജിതിൻ്റെ ഗുരുതരമാണ്. അപകടനില ഇപ്പോഴും തരണം ചെയ്തോ എന്നത് സംശയമാണ്. ജിതിനോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ, അതായത് ഈ വീട്ടുകാരുമായി നേരത്തെ തർക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഋതുവിന്. പക്ഷേ ഈ ഒരു വീട് മാത്രമല്ല, സമീപവാസികളുമായി എല്ലാം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളാണ് ഋതു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വലിയ രോഷം ഈ നേരത്തെ ഉണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങളുടെ ഫലമായി തന്നെ 5ഓളം പരാതികൾ പോലീസിൽ നൽകിയിരുന്നു. ഇതുകൂടാതെ ഇത്തരത്തിലൊരു ക്രൂരമായ കൂട്ടക്കൊലപാതകം നടത്തിയതിൽ വലിയ രോഷം ജനങ്ങൾക്കുണ്ട്. അത് നമ്മൾ പറവൂർ കോടതിയിലും കണ്ടതാണ്. കോടതിയിൽ വെച്ച് തന്നെ ഋതുവിനെ ആക്രമിക്കാൻ ജനങ്ങൾ മുതിർന്നിരുന്നു. ഇതുകൂടാതെയാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാത്രിയോടുകൂടി ഋതുവിൻ്റെ വീട് അടിച്ചു തകർത്തത്. കാരണം ജനരോഷം ഭയന്ന, പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ നാട്ടുകാർ വീട് ആക്രമിക്കുന്ന സമയത്ത് ഋതുവിൻ്റെ വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല. അവർ നേരത്തെ തന്നെ ഈ ജനരോഷം മനസ്സിലാക്കി മറ്റൊരു ബന്ധുവീട്ടിലേക്ക് മാറിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വീടിൻ്റെ മുൻഭാഗം, ചില്ലുകളും പോർട്ടിക്കോയും ഒക്കെ നാട്ടുകാർ അടിച്ചു തകർക്കുന്നൊരു സാഹചര്യമുണ്ടായി. അത്രത്തോളം പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. കാരണം അത്രയധികം ബുദ്ധിമുട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു കൂട്ടക്കൊലപാതകം കൂടി നടത്തിയത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വൈകാരികമായി ഇതിനെ പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ആ പ്രതിഷേധം അവർ ഒരുപക്ഷെ ഋതുവിനെ തെരുവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടായിരിക്കും പോലീസ് എന്തായാലും പ്രതിയുമായി തെളിവെടുപ്പിനെത്തുക. മനോ, ശരി. ഏതായാലും ഇന്ന് രാവിലെ തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി തന്നെയാണ് ഋതുവിനെ കൊണ്ടുവരിക. കാരണം ജനരോഷം അത്രമേൽ ശക്തമാണ്. ഓക്കെ, താങ്ക് യു തിയോഫിൻ. നമുക്ക് വീണ്ടും കാണാം. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് നമ്മളോട് രാവിലെ ഇത്രയും വിവരങ്ങളൊക്കെ സംസാരിച്ചത്. ഏതായാലും